കഥയെ ആരംഭിക്കുന്നത് റോസ്ഗാർ എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റോസ്ഗാർ ഇപ്പോൾ ജയിലിലാണ്. ജയിലിലിരുന്നു കൊണ്ട് നടന്ന കാര്യത്തെപ്പറ്റി അവൻ ആലോചിച്ചു. റോസ്ഗാർ ഒരു ബാറിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. വളരെ യാദൃച്ഛികമായി ബാറിലെത്തിയ ആ വ്യക്തിയെ കണ്ട റോസ്ഗാർ അയാളെ കടന്നുപിടിച്ച് ഒരാളെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചു. പക്ഷെ തനിക്കറിയില്ലെന്നായിരുന്നു അയാളുടെ മറുപടി. റോസ്ഗാർ അയാളെ കയ്യേറ്റം ചെയ്ത് വീണ്ടും ചോദിച്ചെങ്കിലും തനിക്കറിയില്ലെന്ന് തന്നെ റോസ്ഗാറിനെ കൺവിൻസ് ചെയ്യിക്കും വിധം തന്നെ അയാൾ മറുപടി പറഞ്ഞു. ഒടുവിലായിരുന്നു റോസ്ഗാർ അയാളെ വിട്ടത്. പിന്നാലെ അയാൾ കൊടുത്ത കംപ്ലൈന്റിനാൽ റോസ്ഗാർ ജയിലിലായി. കുറച്ചു സമയം കഴിഞ്ഞതും പോലീസ് എത്തി റോസ്ഗാറിനെ മോചിപ്പിച്ചു. റോസ്ഗാറിന്റെ മേൽ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തി ആ കംപ്ലൈന്റ് വിഡ്രോ ചെയ്തിരുന്നു. പുറത്തേക്ക് വന്ന റോസ്ഗാറിനെയും കാത്ത് റോസ്ഗാറിന്റെ സുഹൃത്ത് ഫാത്തിഹ് ഉണ്ടായിരുന്നു. ഫാത്തിഹ് റോസ്ഗാറിന് തന്റെ ടാക്സിയുടെ താക്കോൽ കൊടുത്തു. ജോലിയിലേക്ക് ഇറങ്ങിക്കൂടാ എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് റോസ്ഗാർ അടുത്ത കാറിലുണ്ടായിരുന്ന ഹയാൽ എന്ന പെൺകുട്ടിയെ കണ്ടു. ഒരു നിമിഷം അവളെ അവൻ നോക്കിയിരുന്നു പോയിരുന്നു. ഹയാലും റോസ്ഗാറിനെ കണ്ടു. പക്ഷേ റോസ്ഗാറിനെ ഇഷ്ടപ്പെടാത്ത പോലെ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. റോസ്ഗാറും ഫാത്തിഹും അവിടെ നിന്ന് പോയത് ലിവാൻ എന്ന പേരുള്ള ഒരു യുവാവിന്റെ അടുത്തേക്കായിരുന്നു. റോസ്ഗാർ ജോലി നോക്കിക്കൊണ്ടിരുന്ന ബാറിന്റെ ഓണറാണ് ലിവാൻ. റോസ്ഗാർ ലിവാന് കുറച്ചധികം പണം കൊടുക്കാനുണ്ട്. അവിടെ നിന്ന് തന്റെ ബൈക്ക് എടുക്കാൻ നോക്കിയപ്പോ ലിവാൻ ബൈക്ക് വിട്ടുകൊടുത്തില്ല. നീ എനിക്ക് തരാനുള്ള പണമായി വന്നാൽ നിന്റെ ബൈക്ക് തന്നേക്കാം എന്നായിരുന്നു ലിവാൻ പറഞ്ഞത്. തൽക്കാലത്തേക്ക് റോസ്ഗാറിന് ബാറിൽ നിന്ന് ജോലി വിട്ടിറങ്ങുകയല്ലാതെ വഴിയുണ്ടായിരുന്നില്ല. കഥ അവിടെ നിന്നും ഹയാലിന്റെ ഫാമിലിയിലേക്ക് തിരിയുന്നു. ഹയാൽ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. ഹയാലിന് ഹിലാൽ എന്ന പേരുള്ള ഒരു സഹോദരിയുമുണ്ട്. അവർ അന്ന് തങ്ങളുടെ വീട്ടിലേക്ക് വന്നിറങ്ങുമ്പോ അയൽവക്കക്കാരോട് സംസാരിക്കുകയായിരുന്നു. ഹിലാല് എക്സാം എഴുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ പോവാൻ നിൽക്കുന്നു. എന്ത് പഠിക്കാനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ തനിക്ക് ഫൈൻ ആർട്സിലാണ് താല്പര്യം എന്ന് ഹിലാല് പറഞ്ഞു. പക്ഷെ ഹിലാലിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളെ മറ്റൊരു കോളേജിൽ അയക്കാനായിരുന്നു ഹിലാലിന്റെ അമ്മ ഉദ്ദേശിച്ചിരുന്നത്. ആ സമയം അങ്ങോട്ടേക്ക് ഹയാലിന്റെ സുഹൃത്ത് ഈസ് കടന്നു വന്നു. ഈസ് ഹയാലിനെയും കൂട്ടി അവിടെ നിന്ന് അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി. അവർ റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഓഗസ് എന്ന പേരുള്ള ഹയാലിന് മേൽ ക്രഷുള്ള ഒരു യുവാവ് അങ്ങോട്ടേക്ക് വന്നത്. ഓഗസ് കുറച്ചായി ഹയാലിന്റെ പിന്നിലുണ്ട്. പക്ഷെ ഹയാൽ അവനെ വലിയ മൈൻഡ് ചെയ്യാറില്ല. അന്നും അതുപോലെ അടുത്തേക്ക് വന്ന അവനെ ഹയാല് തിരിച്ചയച്ചു. ഓഗസ് തന്റെ സുഹൃത്തിനടുത്തെത്തി പറഞ്ഞു, നീ നോക്കിക്കോ, ഒരു ദിവസം ഇവളും ഞാനും പ്രണയത്തിലാകും. ഇതേ സമയം മറുവശത്ത് ഫാത്തിഹും ഓസ്ഗാറും കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിഹ ആ സമയം ഓസ്ഗാറിനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടിയെ കണ്ടു. വളരെ സമ്പന്നയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. കണ്ട മാത്രയിൽ തന്നെ ഞാൻ അവളുമായി പ്രണയത്തിലായി. ഞാൻ അവളുമായി അടുത്തിടപഴകാൻ പോകുകയാ. അവളെ പ്രണയിച്ച് അവളെ ഞാൻ വിവാഹം കഴിക്കും. ഇതേ സമയം മറുവശത്ത് ഹയാലിന്റെ സുഹൃത്ത് ഈസാകട്ടെ താൻ തലേന്ന് കണ്ട ഒരു യുവാവിനെ പറ്റി പറയുകയായിരുന്നു. അവൻ സമ്പന്നനാണെന്നാ കേട്ടെ. സ്വന്തമായി കാർ ഷോറൂം ഉണ്ട്. അവനെ എനിക്ക് ഇഷ്ടമാവുകയും ചെയ്തു. പക്ഷേ ഹയാല് അതൊക്കെ കേട്ട് ചിരിച്ചേ ഉള്ളൂ. അടുത്ത ദിവസം വിശ്രമിക്കുകയായിരുന്ന റോസ്ഗാറിനടുത്തേക്ക് ഫത്തഹ് എത്തി. ഫത്തഹിന്റെ ടാക്സിയിൽ അന്നൊരു ക്ലൈന്റുമുണ്ട്. ഫത്തഹിന് അന്ന് അവൻ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാൻ പോകണമായിരുന്നു. റോസ്ഗാറിനോട് തന്റെ ക്ലൈന്റിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കാമോ എന്ന് ഫാത്തിഹ് ചോദിച്ചു. ആദ്യം റോസ്ഗാർ ഒന്നും മടിച്ചെങ്കിലും അവൻ കുറച്ച് നിർബന്ധിച്ചപ്പോ റോസ്ഗാർ ഓക്കെ പറഞ്ഞു. ടാക്സി എടുത്ത് ക്ലൈന്റുമായി അവൻ പോവാൻ തുടങ്ങി. ആ ക്ലൈന്റ് ഒരു ലേഡിയായിരുന്നു. കാർ മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോ പെട്ടെന്ന് കാറിനകത്തിരുന്നവർ കരയാൻ ആരംഭിച്ചു. അത് കണ്ട റോസ്ഗാർ അവരോട് സംസാരിച്ചവരെ ആശ്വസിപ്പിച്ചു. റോസ്ഗാറിനെ പെട്ടെന്ന് ആ ലേഡി തിരിച്ചറിഞ്ഞു. മുമ്പ് അവൻ വർക്ക് ചെയ്തിരുന്ന ബാറിൽ ആ ലേഡി പോയപ്പോ അവനെ കണ്ടിട്ടുണ്ട്. എന്താ ഇപ്പോ ടാക്സി ഓടിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അല്ലെന്നും ബാറിൽ നിന്ന് താൻ ഇറങ്ങിയെന്നും ജോലി അന്വേഷിക്കുകയാണെന്നും അവൻ പറഞ്ഞു. ഉടൻ ആ ലേഡി തന്റെ ബിസിനസ് കാർഡ് എടുത്ത് അവന് കൊടുത്തു. ഇതേ സമയം മറുവശത്ത് ഫത്തയാകട്ടെ താൻ മീറ്റ് ചെയ്ത് പ്രണയം തോന്നിയ പെൺകുട്ടിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഹയാലിന്റെ സുഹൃത്ത് ഈസായിരുന്നു. അവനെ അവിടെ കണ്ടതും ഈസിനും വലിയ സന്തോഷം തോന്നി. മറുവശത്ത് റോസ്ഗാർ ആകട്ടെ ക്ലൈന്റിനെ ഡ്രോപ്പ് ചെയ്ത് തിരികെ ഡ്രൈവ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പോകുന്ന വഴിക്ക് പഴയ ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് എത്തി. അവന്റെ അച്ഛൻ വലിയ പ്രശ്നക്കാരനായിരുന്നു. കുട്ടിക്കാലത്ത് അവന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഒരിക്കൽ അച്ഛൻ ഒളിപ്പിച്ചു വെച്ച പണം കണ്ടില്ലെന്ന് പറഞ്ഞ് അമ്മയെ ക്രൂരമായി അവന്റെ അച്ഛൻ ഉപദ്രവിച്ചു. അതെല്ലാം കുഞ്ഞു റോസ്ഗാർ കൺമുമ്പിൽ കണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു റോസ്ഗാർ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ മഴ പെയ്യാൻ തുടങ്ങിയത്. ഒരു പെൺകുട്ടി കൈ കാണിച്ചു. അതാകട്ടെ ഹയാലുമായിരുന്നു. റോസ്ഗാർ വണ്ടി നിർത്തി. വണ്ടിയിലേക്ക് നനഞ്ഞു കുളിച്ച് കയറാൻ നിന്ന ഹയാൽ റോസ്ഗാറിനെ കണ്ടതും ചീത്ത വിളിച്ചു. നിങ്ങളിപ്പോ എന്നെ ഇടിച്ചിട്ടേനേലോ എന്ന് പറഞ്ഞായിരുന്നു ചീത്തവിളി. മൊത്തത്തിൽ എല്ലാം കൊണ്ടും ദേഷ്യം വന്നിരുന്ന ഹയാല് കാറിന്റെ ഡോർ വലിച്ചടച്ചതും അതിൽ ഡാമേജ് പറ്റി.
ഒട്ടും കുറ്റബോധം കാണിക്കാതെ താനിത് ശരിയാക്കി തരാം, താൻ വളരെയധികം സമ്പന്നയാണ് എന്ന മട്ടിൽ ഹയാൽ പറഞ്ഞതും റോസ്ഗാറിനോട് പുച്ഛം പോലെ തോന്നുകയായിരുന്നു ചെയ്തത്. റോസ്ഗാർ പറഞ്ഞു, നിനക്കൊക്കെ ജീവിതം വളരെയധികം ഈസി ആയിരിക്കുമല്ലോ, നിന്റെ അപ്പൻ വളരെയധികം സമ്പന്നനല്ലേ. ദേഷ്യം വന്ന ഹയാലാകട്ടെ താൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി. നനഞ്ഞ് അവൾ അവിടെ നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോ റോസ്ഗാറിന് അവളോട് സങ്കടം തോന്നുകയും തന്റെ ജാക്കറ്റ് അടക്കം കൊടുത്ത് അവളെ വീണ്ടും കാറിലേക്ക് അവൻ കയറ്റുകയും ചെയ്തു. മറുവശത്ത് ഈസും ഫാത്തിഹും മീറ്റ് ചെയ്ത് കുറെ സമയം ചെലവിട്ട ശേഷം ഫാത്തിഹ് ഈസിനെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. ആ സമയം ഈസ് പറഞ്ഞു, വൈകാതെ ഒരു പാർട്ടി വരുന്നുണ്ട്, നീ എന്തായാലും വരണം, വേണമെങ്കിൽ നിന്റെ സുഹൃത്തിനെയും കൂട്ടിക്കോ. ഫാത്തിഹ് അതിന് ഓക്കെ പറഞ്ഞു. മറുവശത്ത് ഹയാലിനെ റോസ്ഗാർ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. റോസ്ഗാർ തമാശയോടെ ഹയാലിനോട് പറഞ്ഞു, കണ്ടിട്ട് നീ എന്നെ വളയ്ക്കാൻ നോക്കുന്ന പോലുണ്ടല്ലോ. ദേഷ്യത്തിലായിരുന്നു ഹയാൽ ഇറങ്ങിപ്പോയത്. ആ പോക്കിൽ തന്റെ ബ്രേസ്ലെറ്റ് അവൾ മറന്നുവെക്കുകയും ചെയ്തു. അങ്ങനെ പാർട്ടിയുടെ ദിവസം എത്തി. റോസ്ഗാറിനെയും കൂട്ടിക്കൊണ്ടായിരുന്നു ഫാത്തിഹ് പാർട്ടിക്ക് പോയത്. പക്ഷേ പാർട്ടിയെടുത്തെത്തിയപ്പോഴാണ് ഫാത്തിഹ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് റോസ്ഗാറിന് മനസ്സിലായത്. ജോലിയുടെ ആവശ്യത്തിന് പോകുന്നു എന്നായിരുന്നു ഫാത്തിഹ് അവനോട് പറഞ്ഞത്. അതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടായി. ഒടുവില് ഒരു തരത്തിൽ റോസ്ഗാറിനെ സമാധാനിപ്പിച്ച് ഫാത്തിഹ് നിന്നു. അപ്പോഴായിരുന്നു റോസ്ഗാറിന് ഒരു കോൾ വന്നത്. അതോടെ റോസ്ഗാർ കോളിൽ തുടർന്നു. ഫാത്തിഹ് പാർട്ടിക്കകത്തേക്ക് കയറി. അകത്തേക്ക് ചെന്ന ഫാത്തിഹ് അവിടെ ഉണ്ടായിരുന്ന ഈസിനെയും കൂടെ വന്നിരുന്ന ഹയാലിനെയും നോക്കിക്കണ്ടു. ഫാത്തിഹിന്റെ വർക്കിനെ പറ്റിയൊക്കെ ഹയാൽ ചോദിച്ചപ്പോ താനൊരു കാർ ഷോറൂം നടത്തുകയാണെന്നും വൈകാതെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ അവൻ തട്ടിവിട്ടു. പക്ഷെ അപ്പോഴായിരുന്നു റോസ്ഗാർ കടന്നു വന്നത്. ഫാത്തിഹിനൊപ്പം റോസ്ഗാറും ഉണ്ടെന്ന് കണ്ടതും റോസ്ഗാറിനെ ഇഷ്ടമല്ലാതിരുന്ന ഹയാല് ഫാത്തിഹ് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ചിന്തിച്ച് അവിടെ ഒരു വാഗ്വാദത്തിലേർപ്പെട്ടു. റോസ്ഗാറിനും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. റോസ്ഗാർ അവളുടെ മേൽ തട്ടിക്കയറി. ഇത് കണ്ടുകൊണ്ടിരുന്ന ഹയാലിന്റെ മേൽ പ്രണയമുണ്ടായിരുന്ന ആ യുവാവ് അങ്ങോട്ടേക്ക് കടന്നു വരികയും അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുകയും അടിയാവുകയും ചെയ്തു. ഇതിനിടയിൽ ഹയാൽ റോസ്ഗാറിനെ തല്ലി. റോസ്ഗാറിന് ദേഷ്യം വന്നു. പക്ഷെ അവൻ തിരികെ അടിച്ചില്ല. ഇതിനുള്ളത് നീ അനുഭവിക്കും എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്ന് ദേഷ്യത്തിൽ പുറത്തേക്ക് പോവാൻ തുടങ്ങി. ഹയാൽ അവന്റെ പിന്നാലെ ചെന്നു. പക്ഷെ അബദ്ധത്തിൽ ഇരുവരും അവിടെ ഉണ്ടായിരുന്ന പൂളിലേക്ക് വീഴുകയും ചെയ്തു. പാർട്ടി കഴിഞ്ഞ് പോകുമ്പോഴാണ് റോസ്ഗാർ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള പഴയ കുറച്ച് ആളുകളും മീറ്റ് ചെയ്യുന്നത്. അവർ റോസ്ഗാറിനെ ഒരു ബൈക്ക് റേസിന് വിളിച്ചു. റേസിൽ വിജയിച്ചാൽ ആവശ്യത്തിന് പണവും നിനക്ക് നിന്റെ ബൈക്കും തിരികെ കിട്ടും എന്ന മട്ടിൽ അവർ പറയുന്നുണ്ടായിരുന്നു. റോസ്ഗാർ അതിന് സമ്മതിച്ചു. പക്ഷേ ബൈക്ക് റേസ് ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്ന സൈറൻ കേട്ടു. അതോടെ മറ്റൊരിക്കലാവാം റേസ് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പിരിഞ്ഞു. അധികം വൈകാതെ റോസ്ഗാർ ഒരു ബാറിൽ ജോലിക്ക് കയറി. അവിടെ അവൻ ജോലി നോക്കുമ്പോ അന്നവന്റെ കാറിൽ കയറിയിരുന്ന ആ ലേഡി അങ്ങോട്ടേക്ക് വന്നു. അന്ന് തന്നെ സമാധാനിപ്പിച്ചതിനും മറ്റും റോസ്ഗാറിനോട് അവർ നന്ദി പറഞ്ഞു. അവർ റോസ്ഗാറിനെ നോക്കുന്നതിൽ നിന്ന് തന്നെ അവർക്ക് റോസ്ഗാറിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. അടുത്ത ദിവസം ഫത്തേഹും മീസും ഒന്നിച്ച് പുറത്തുപോയി. ഓഗസ് ഇത് കണ്ടു. അവൻ അവരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെടുത്തു. എന്തോ ഗൂഢലക്ഷ്യം അവനുണ്ടായിരുന്നു. അവൻ നേരെ പോയത് ഹയാലിനെ കാണാനായിരുന്നു. ഒരുപക്ഷെ ആ വീഡിയോ കാണിക്കാനാകും. ആ സമയത്താണ് റോസ്ഗാറിനെ ഓസാൻ എന്ന പേരുള്ള ഒരാൾ വിളിക്കുന്നത്. ഇവിടെ ഫത്തേഹിനെ അന്വേഷിച്ച് ചില ആളുകൾ വന്നിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഇതേസമയം മറുവശത്ത് ഒറ്റപ്പെട്ട ഒരിടത്ത് നിൽക്കുകയായിരുന്ന ഫത്തേഹിനെ രണ്ടുപേർ ബൈക്കിലെത്തി ആക്രമിക്കാൻ ആരംഭിച്ചു. ഭാഗ്യത്തിന് കൃത്യസമയം അങ്ങോട്ടേക്കെത്താൻ റോസ്ഗാറിന് കഴിഞ്ഞു. റോസ്ഗാർ ഫത്തേഹിനെ ആക്രമിക്കാൻ വന്നവരെ ഇടിച്ചിട്ടു. അവന് മാർഷൽ ആർട്സ് ഒക്കെ വശമുണ്ടായിരുന്നു. അവരെ പിന്തുടർന്ന് റോസ്ഗാർ എത്തിച്ചേർന്നത് ഓഗസിലേക്കായിരുന്നു. ഓഗസ് ആയിരുന്നു അവർക്ക് കൊട്ടേഷൻ കൊടുത്തത്. റോസ്ഗാർ ഓഗസിനെതിരെ ഫൈറ്റ് ചെയ്തു. ഒടുവിൽ ഓഗസ് ഭയന്നവിടെ നിന്ന് ഓടി. വൈകാതെ റോസ്ഗാറിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഹയാൽ വിവരങ്ങൾ അറിഞ്ഞു. ഫത്തേഹിനൊപ്പം ഈസും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് താനും വരുന്നു എന്ന് പറഞ്ഞ് റോസ്ഗാറിനൊപ്പം ഹയാലും ബൈക്കിൽ കയറിപ്പോയി. ഈസ സുരക്ഷിതമായി ഫത്തേഹിന്റെ വീട്ടിലുണ്ടായിരുന്നു. റോസ്ഗാർ ഹയാലിനെ അങ്ങോട്ടേക്ക് എത്തിച്ചു. അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ റോസ്ഗാർ ചോദിച്ചു, ഈ ഓഗസ് നിന്റെ ബോയ് ഫ്രണ്ടോ വല്ലോ ആണോ? എന്താ നിനക്ക് കുശുമ്പും അസൂയം തോന്നുന്നുണ്ടോടാ എന്നായിരുന്നു ചിരിയോടെ ഈസ് ചോദിച്ചത്. എന്തിന് എനിക്കെന്തിനാ കുശുമ്പും അസൂയം എന്ന് ഓസ്ഗാർ ചോദിച്ചെങ്കിലും അവരുടെ നോട്ടങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും അവർക്കിടയിൽ എന്തോ സംഭവിക്കുന്നു എന്ന് വ്യക്തമായിരുന്നു. പിന്നാലെയാണ് ഹയാല് റോസ്ഗാറിനെറ്റിയ പരിക്ക് കണ്ടത്. അത് ട്രീറ്റ് ചെയ്യാൻ ഹയാല് ശ്രമിച്ചു. ഓസ്ഗാർ ആദ്യം അതിനെ എതിർത്തെങ്കിലും അവൾ അതിൽ മരുന്ന് വെച്ചു. പിന്നാലെ തന്റെ തെറ്റിദ്ധാരണകൾക്കും തെറ്റുകൾക്കും ഹയാൽ അവനോട് ക്ഷമ ചോദിച്ചു. റോസ്ഗാറിന് സന്തോഷം തോന്നിയിരുന്നു. പക്ഷെ തൊട്ടു പിന്നാലെ ഒന്നും രണ്ടും പറഞ്ഞ് അവര് വീണ്ടും ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. അവളെ പോവാൻ എഴുന്നേറ്റപ്പോ റോസ്ഗാർ അവളെ തടഞ്ഞു. അവൻ തന്നെയായിരുന്നു അവളെ അവളുടെ വീടിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്തത്. പക്ഷെ ബൈക്കിലെത്തി ഹയാലിനെ അങ്ങനെ ഡ്രോപ്പ് ചെയ്തത് അവളുടെ പാരന്റ്സ് കണ്ടു. കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ അവർ തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന ഹയാലിന്റെ അച്ഛൻ റോസ്ഗാറിനോട് വാൺ ചെയ്ത് സംസാരിച്ചു. എന്റെ മോളെ ഇനി നീ മേലാൽ കണ്ടുപോകരുത് എന്ന മട്ടിലൊക്കെ പറഞ്ഞു. ഹയാലിന്റെ ലവറാണ് റോസ്ഗാർ എന്ന മട്ടിലായിരുന്നു അവർ നോക്കിക്കണ്ടത്. ഹയാൽ തന്റെ മുറിയിലേക്ക് പോയി. അമ്മ പുറകെ എത്തി ഇനി ആ പയ്യനെ കണ്ടുപോകരുത് എന്നൊക്കെ ഷൗട്ട് ചെയ്തു. പക്ഷേ ഹയാലിന് അതൊന്നും പ്രശ്നമായിരുന്നില്ല. അന്ന് രാത്രിയിൽ ഹയാൽ റോസ്ഗാറിനെ വിളിച്ചു. നടന്ന കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചു. ക്ഷമാപണം സ്വീകരിച്ച അവൻ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. ഹയാലും ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം അവർ മീറ്റ് ചെയ്തു. റോസ്ഗാർ വലിയ സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് ഹയാൽ തന്റെ ഓരോ ആഗ്രഹങ്ങളെപ്പറ്റി പറയുന്നത്. തനിക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നവൾ പറഞ്ഞപ്പോ അതിന് സഹായിക്കാമെന്ന് റോസ്ഗാർ പറഞ്ഞു. പിന്നാലെ റോസ്ഗാർ ഹയാലിനെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അതിനിടയിൽ അവളൊന്ന് താഴെ വീണു. തന്റെ കാല് വയ്യെന്ന് അവൾ പറഞ്ഞു. റോസ്ഗാർ അതോടെ അവളെ പൊക്കിയെടുത്ത് നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞതും തനിക്ക് കുഴപ്പമില്ലെന്നും താനവനെ പറ്റിച്ചതാണ് എന്നും ഹയാൽ കളിയാക്കി പറഞ്ഞു. അതവർക്കിടയിൽ നല്ലൊരു നിമിഷമുണ്ടാക്കിയിരുന്നു. അടുത്ത ദിവസം വീണ്ടും അവർ മീറ്റ് ചെയ്തു. അവർ പുറത്ത് കറങ്ങാൻ പോയി. പോകുന്ന വഴിക്ക് അവർ തെരുവിൽ കണ്ടൊരു മിഠായി വാങ്ങി. അത് കഴിച്ച ഹയാൽ പറഞ്ഞു, ഇതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കഴിക്കുന്നത്. എന്ത്, കുട്ടിയായിരുന്നപ്പോ നീയപ്പോ തെരുവിലേക്കൊന്നും പോയിട്ടേയില്ലേ? അവളുടെ മുഖം ദുഃഖത്തിലേക്ക് മാറുന്നുണ്ടായിരുന്നു. പിന്നീട് റോസ്ഗാർ തന്റെ ബാല്യത്തെപ്പറ്റിയും മറ്റും സംസാരിച്ചു. അവൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഇസ്മീറിലായിരുന്നു. അവന്റെ 10ാം വയസ്സിൽ അവന്റെ അമ്മ മരണപ്പെട്ടു. അതവന്റെ ജീവിതം തന്നെ മാറ്റി. അതിനുശേഷം അവൻ അവന്റെ വാപ്പയെ പിന്നീട് കണ്ടിട്ടേയില്ല. അന്ന് ഞാൻ ഓടിച്ച ആ ടാക്സി ഉണ്ടല്ലോ, അത് ശരിക്കും ഫാത്തയിന്റേതാണ്. ഇടയ്ക്കൊക്കെ ഞാനതിൽ ജോലി ചെയ്യാറുണ്ടെന്നേയുള്ളൂ. രാത്രിയിൽ എനിക്ക് ബാറിൽ ജോലിയുണ്ട്. ഹയാലും തന്നെ പറ്റി പറഞ്ഞു. ഞാനിപ്പോ ഫൈനൽ ഇയർ ലോ സ്റ്റുഡന്റ് ആണ്. പക്ഷേ ഞാൻ ലോയർ ആവണമെന്നത് എന്റെ അച്ഛന്റെ ആഗ്രഹമാണ്. എനിക്കൊരു സിംഗർ ആവാനാണ് ആഗ്രഹം. അടുത്ത ദിവസം രാത്രിയിൽ ഈസിൽ നിന്നൊരു കോൾ ഹയാലിനെത്തി. അവൾ അപ്പോൾ ഉള്ളത് റേസിംഗ് നടക്കാൻ പോകുന്ന ഒരിടത്താണെന്നും റോസ്ഗാർ റേസിംഗിൽ മത്സരിക്കുന്നുണ്ട് എന്നും അവൾ പറഞ്ഞു. അത് കേട്ടതും ഹയാൽ വറീഡായി റോസ്ഗാറിനെ വിളിച്ചു. റേസിംഗിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. അവനെ കൺവിൻസ് ചെയ്യാൻ ഹയാൽ കുറെ പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും അവൻ ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. അതോടെ അങ്ങോട്ടേക്ക് പോവാൻ ഹയാൽ തീരുമാനിച്ചു. പക്ഷേ പാരന്റ്സ് കാണാതെ വീട്ടിൽ നിന്നിറങ്ങൽ ഒരു ചടങ്ങ് തന്നെയാണ്. സഹോദരി ഹിലാലിന്റെ സഹായത്തോടെ പുറത്തു കിടക്കാനായിരുന്നു അവളുടെ പദ്ധതി. എന്തായാലും അവൾക്ക് പുറത്തു ചാടാനായി. റേസിംഗ് നടക്കുന്നിടത്തേക്ക് അവൾ എത്തി. റേസ് അപ്പോഴേക്കും ആരംഭിച്ചിരുന്നു. റോസ്ഗാർ ആയിരുന്നു റേസിംഗിൽ വിജയിച്ചത്. ഹയാല് റോസ്ഗാറിന് അടുത്തു ചെന്നപ്പോ മറ്റൊരു ലേഡി വന്ന് അവളെ തള്ളി മാറ്റി. റോസ്ഗാറിൽ നിന്നും മാറി നടന്നു. അവൻ എന്റേതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. അതിന്റെ പേരിൽ അവർ തമ്മിൽ ഒരു അടിയുണ്ടാവുന്ന അവസ്ഥ വരെ എത്തി. റോസ്ഗാർ അടക്കം ഇടപെട്ടായിരുന്നു അവരെ മാറ്റിയത്. ഹയാൽ ദേഷ്യത്തോടെ റോസ്ഗാറിനോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും നീ റേസിംഗിനിറങ്ങിയ നിന്നെ ഞാൻ കൊല്ലും. അതൊക്കെ കേട്ടപ്പോ റോസ്ഗാറിന് സത്യത്തിൽ സന്തോഷം തോന്നി. അവൾ തന്നെയോർത്ത് വറീഡാവുന്നുണ്ടല്ലോ. തന്നെ അവൾക്ക് ഇഷ്ടമാണ്. റോസ്ഗാർ അവളെയും കൂട്ടി അന്നൊരിടത്ത് പോയി കുറച്ചു സമയം ചിലവഴിച്ചു. അന്ന് വൈകി അവൾ വീട്ടിലേക്ക് എത്തുമ്പോ അവളെയും കാത്ത് അവളുടെ അമ്മ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. ഹിലാൽ അങ്ങോട്ടേക്ക് കടന്നു വന്ന് അവളോട് ക്ഷമ പറഞ്ഞു. മുറിയിലേക്ക് കയറിപ്പോയ ഹയാലിനടുക്കൽ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, തെറ്റായ ഒരുത്തനുമായി നീ പ്രണയത്തിലകപ്പെട്ടു പോവരുത്. വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല. നീ കാണുന്ന ആ ബാറിൽ ജോലി ചെയ്യുന്ന ബൈക്ക് ഓടിക്കുന്നവനുണ്ടല്ലോ, അവനത്ര ശരിയല്ല. ഹയാല് വല്ലാതെ അപ്സെറ്റ് ആയി പോയിരുന്നു. മുറിയിലെത്തി ആലോചിച്ചു കിടന്നപ്പോഴാണ് അവൾക്ക് റോസ്ഗാറിന്റെ കോൾ വരുന്നത്. താനിപ്പോഴും അവളുടെ വീടിന് പുറത്തുണ്ട് എന്നവൻ പറഞ്ഞു. അവള് വേഗം അവളുടെ മുറിയുടെ വിൻഡോയുടെ അടുത്തെത്തി. വിൻഡോ തുറന്നു. റോസ്ഗാർ വിൻഡോയിലൂടെ അവളുടെ ബെഡ്റൂമിലേക്ക് കടന്നു. അവനെന്ന് അവളോട് ചോദിച്ചു, നീ ശരിക്കും എന്നെ പ്രണയിക്കുന്നുണ്ടോ? നിന്റെ കണ്ണുകളിൽ നോക്കുമ്പോ എനിക്കൊരു തരം ഭയം തോന്നുന്നു. എന്റെ ഹാർട്ട് ബീറ്റ് വർദ്ധിക്കുന്നു. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ. തന്റെ പ്രണയം അവളും തുറന്നു പറഞ്ഞിരുന്നു. അന്ന് രാത്രി അവർ അവിടെ ഒന്നിച്ചു കിടന്നുറങ്ങി. പിറ്റേന്ന് ഹയാൽ എഴുന്നേൽക്കുമ്പോൾ റോസ്ഗാർ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു കുറിപ്പെഴുതി വെച്ച് അവൻ പോയി കഴിഞ്ഞിരുന്നു. അത് വായിച്ച് അവളേറെ സന്തോഷിച്ചു. അടുത്ത ദിവസം അവർ വീണ്ടും മീറ്റ് ചെയ്തു. എനിക്കെന്റെ പഴയ കാലത്തെ പറ്റി നിന്നോട് പറയാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് എന്നവൻ പറഞ്ഞെങ്കിലും അവളപ്പോൾ അത് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതിനുശേഷമായിരുന്നു ഹയാലിന്റെ അച്ഛൻ റോസ്ഗാറിനെ തനിച്ചു വന്ന് കണ്ടത്. എനിക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാം. എന്റെ മോളെ കാണുന്നത് നീ നിർത്തിക്കോളണം. നീ ഒരുപാട് കളിച്ച നിന്നെ ഞാൻ വീണ്ടും ജയിലിൽ അടയ്ക്കും. റോസ്ഗാർ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ പോലും അയാൾ കൂട്ടാക്കിയില്ല. റോസ്ഗാറിന്റെ പാസ്റ്റ് അടക്കം എല്ലാം തനിക്കറിയാമെന്നും അയാൾ റോസ്ഗാറിനടുക്കൽ ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അവരെപ്പോഴും പോയിരിക്കുന്ന ഹയാലിനേറെ ഇഷ്ടപ്പെട്ട് ആയിടത്ത് റോസ്ഗാർ പോയിരുന്നു. ഒരുപാട് ആലോചിച്ചു. അവന്റെ പഴയകാലം അവന്റെ ഓർമ്മയിലേക്ക് വന്നു. അച്ഛനും അമ്മയും വഴക്കുണ്ടായ ആ ഒരു ദിവസത്തിൽ ദേഷ്യം വന്ന അച്ഛൻ
അച്ഛൻ അമ്മയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി റോസ്ഗാർ എന്ന് ഒന്നും ചെയ്യരുതെന്ന് അച്ഛനോട് അപേക്ഷിച്ചതാണ്. പക്ഷെ അയാൾ വെടിയുതിർത്തു. റോസ്ഗാറിന്റെ അമ്മ കൊല്ലപ്പെട്ടു. കയ്യിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞപ്പോഴായിരുന്നു അയാൾക്ക് സ്വബോധം വന്നത്. പേടിച്ച് അയാൾ സുഹൃത്ത് മെറ്റിനെ വിളിച്ചു. മെറ്റിനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. ഹയാലിന്റെ അച്ഛനും പോലീസ് ഓഫീസറാണ്. നീയൊരു പോലീസ് ഓഫീസറാ, അതുകൊണ്ട് ജയിലിൽ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ മെറ്റിൻ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. അന്നതൊക്കെ ആലോചിച്ച ശേഷം റോസ്ഗാർ തിരികെ ബൈക്കിൽ പോവുകയായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് അവന്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ടു. ഇതേസമയം മറുവശത്ത് ഹയാലിന്റെ വീട്ടിൽ ഹയാലിന്റെ അച്ഛനും അമ്മയും സംസാരിക്കുകയായിരുന്നു. ഹയാലിനെ റോസ്ഗാറിൽ നിന്ന് അകറ്റാൻ നമുക്കെല്ലാവർക്കും യൂറോപ്പിലേക്ക് പോകാം എന്നായിരുന്നു അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് മനസ്സിലാക്കിയ ഹയാൽ കുടുംബത്തോട് ദേഷ്യപ്പെട്ടു. താൻ അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങി. അവിടെ നിന്ന് നടക്കുമ്പോ ഹയാൽ റോസ്ഗാറിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും റോസ്ഗാർ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആക്സിഡന്റ് പറ്റി നിലത്ത് വീണ് കിടന്നിരുന്ന അവനെ ആംബുലൻസ് എത്തി ഈ സമയം പൊക്കിക്കൊണ്ടുപോവുകയായിരുന്നു. റോസ്ഗാറിനെ പറ്റി ഒരു വിവരവും അറിയാണ്ട് ഹയാല് ബാറിലെത്തി ഫത്തേഹിനെ കണ്ടു. റോസ്ഗാർ എവിടെ ഉണ്ടെന്ന് അറിയില്ല എന്നായിരുന്നു ഫത്തേഹ് പറഞ്ഞത്. ഹയാൽ തിരികെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി ഓരോന്ന് ആലോചിച്ചു നിൽക്കുമ്പോ ഹയാലിന്റെ അമ്മ വീണ്ടും അവളോട് സംസാരിക്കാൻ വന്നു. അവർ തമ്മിൽ വലിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായി. ഹയാല് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇത്രനാളും നിങ്ങളുടെ ഇഷ്ടത്തിനാ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു ഇഷ്ടങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. ഇനിയെങ്കിലും എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കണം. ഇതേസമയം മറുവശത്ത് റോസ്ഗാറിന്റെ ഓപ്പറേഷൻ നടക്കുകയായിരുന്നു. ഭാഗ്യവശാൽ ഒക്കെ നല്ല രീതിയിൽ നടന്നു. റോസ്ഗാർ ജീവിതത്തിലേക്ക് തിരികെ എത്തി. അടുത്ത ദിവസം ഫാത്തിഹ് റോസ്ഗാറിനെ കാണാൻ ചെന്നു. ഹയാലിനോട് തന്നെപ്പറ്റി ഒന്നും പറഞ്ഞേക്കരുത്, ഈ വിവരമൊന്നും അറിയിച്ചേക്കരുത് എന്ന് റോസ്ഗാർ പ്രത്യേകം പറഞ്ഞു. ഹയാലിൽ നിന്ന് അകലം പാലിക്കാൻ റോസ്ഗാർ തീരുമാനിച്ചിരുന്നു. ഹയാൽ വിളിച്ചെങ്കിലും റോസ്ഗാർ പറഞ്ഞു, ഞാനിപ്പോൾ നാട്ടിലില്ല, വെളിയിലാണ്, വൈകാതെ തിരികെ വരും. പറയാതെ പോയി. അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അവർ തമ്മിൽ വഴക്കുണ്ടായി. ആർഗ്യുമെന്റുകൾ നടന്നു. ഒടുവിൽ ദേഷ്യത്തിൽ ഓസ്ഗാർ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഓസ്ഗാർ അങ്ങനെ ദേഷ്യത്തിൽ അവളോട് സംസാരിച്ചതിൽ അവൾ അസ്വസ്ഥയായി. ഒരുപാട് കരഞ്ഞു. ഒരു മാസക്കാലം ഹയാലും റോസ്ഗാറും കണ്ടതേയില്ല. റോസ്ഗാർ ഓരോന്നാലോചിച്ച് പഴയ കാര്യങ്ങളിൽ കുടുങ്ങി കഷ്ടപ്പെടുന്നത് ഫത്തേഹ് നോക്കിക്കണ്ടിരുന്നു. റോസ്ഗാറിനെ അറിയിക്കാതെ അവനെ ഹയാലിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ ഒരു ദിവസം ഫത്തേഹ് തീരുമാനിച്ചു. പക്ഷേ പോകുന്ന വഴിക്കാണ് കാര്യം റോസ്ഗാറിന് മനസ്സിലാവുന്നത്. റോസ്ഗാർ വഴക്കുണ്ടാക്കി കാറ് നിർത്തിച്ച് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. നടക്കുമ്പോ അവന്റെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് പോയി. അന്ന് അവന്റെ അമ്മ കൊല്ലപ്പെട്ട ആ ദിവസം അവൻ ഭയന്നിരിക്കുമ്പോ അവന്റെ അച്ഛനും കൂട്ടുകാരനും മംഗളുമായ മേറ്റിനും കൂടി അങ്ങോട്ടേക്ക് കടന്നു വന്നു. പോലീസ് വരുമ്പോ റോസ്ഗാറിനടുക്കൽ അവനാണ് തോക്ക് പിടിച്ചിരുന്നതെന്നും അബദ്ധത്തിൽ വെടിയുതിർത്ത് പോയതാണ് എന്നും പറയാൻ പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞ അവന് ജയിലിൽ പോവേണ്ടി വരില്ലെന്നും അച്ഛനും രക്ഷപ്പെടും എന്നൊക്കെ റോസ്ഗാറിനോട് അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. കുട്ടിയായ പാവം ഓസ്ഗാർ ആകട്ടെ അത് വിശ്വസിച്ച് അത്തരത്തിൽ പറയുകയും ചെയ്തു. അതവനെ ജയിലിലാക്കി. അവന്റെ കുട്ടിക്കാലം മുഴുവൻ ദുർഗുണ പരിഹാര പാഠശാലയിലായിരുന്നു കഴിഞ്ഞത്. കഥ പ്രസന്റിലേക്ക് വരുന്നു. ഓസ്ഗാറിന്റെ അച്ഛനും മെറ്റിനും ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണ്. മെറ്റിനെയായിരുന്നു ബാറിൽ വെച്ച് അച്ഛൻ എവിടെയെന്ന് ചോദിച്ച് ഓസ്ഗാർ ആക്രമിച്ചത്. കഥ ആരംഭിച്ചപ്പോൾ അവൻ ജയിലിൽ പോവാനുള്ള കാരണവും അതായിരുന്നു. അവന്റെ അച്ഛനോട് ഓസ്ഗാറിന് അടങ്ങിയാൽ തീരാത്ത പകയുണ്ട്. അച്ഛനെ കൊല്ലലാണ് അവന്റെ ഒരു ലക്ഷ്യം. മെറ്റിൻ ഓസ്ഗാറിന്റെ അച്ഛനോട് സംസാരിച്ചു. നമ്മൾ കുട്ടിക്കാലത്ത് അവനോട് ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. അയാൾക്ക് കുറ്റബോധമുണ്ടായിരുന്നു. പക്ഷെ ഓസ്ഗാറിന്റെ അച്ഛനാകട്ടെ ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. അടുത്തൊരു ദിവസം ഹയാലും കൂട്ടുകാരിയും ഒരു ഷോപ്പിൽ പോയിരിക്കുകയായിരുന്നു. ആ സമയം മെർട്ട് എന്ന പേരുള്ള ഒരു പയ്യൻ അവളുടെ അടുത്ത് വന്നു. മുമ്പ് അവളുടെ കൂടെ താൻ പഠിച്ചതാണെന്നും അവളോട് തനിക്ക് പ്രണയമാണെന്നും എന്റെ കൂടെ ഡേറ്റിന് വരുമോ എന്നും മെർട്ട് ചോദിച്ചു. പക്ഷെ ഹയാല് പറ്റില്ലെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു ചെയ്തത്. ഹയാല് വലിയ ദുഃഖത്തിൽ തന്നെയായിരുന്നു. ഓസ്കാറുമൊത്ത് അവൾ ചിലവഴിച്ച നിമിഷങ്ങളോർത്ത് അവിടെയൊക്കെ ഹയാല് പോകും. ഓർമ്മകൾ അവളെ വേദനിപ്പിക്കും. അന്ന് അതുപോലെ പോയ ഒരു ദിവസം അവൾ വൈകിട്ട് ബാറിലേക്ക് എത്തി. ഒരുപാട് മദ്യപിച്ചു. ബാർട്ടൻഡർ ആയിട്ടുണ്ടായിരുന്ന ഓസ്കാറിനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ആ സമയം മറ്റൊരു ലേഡി എത്തി ഓസ്കാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോ കൂടുതൽ ദേഷ്യം വന്ന ഹയാല് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്ന ഹയാലിനെ കണ്ടതും ഓസ്കാർ ഓടിയെത്തി ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിയന്ത്രണം വിട്ടിരുന്ന അവൻ അവളോട് പറഞ്ഞു, ഞാനൊട്ടും നല്ല വ്യക്തിയല്ല, നിനക്ക് ചേർന്നവനുമല്ല. എന്റെ അമ്മ മരിക്കാൻ കാരണം ഞാനാണ്. അതിന്റെ പേരിൽ കുറെ വർഷം ജയിലിൽ കിടന്നവനാ ഞാൻ. അത് കേട്ട് ആദ്യം ഹയാലൊന്ന് ഞെട്ടിയിരുന്നു. പിന്നീട് എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞു. ഹയാലിന് കാര്യങ്ങൾ മനസ്സിലായി. ഓസ്കാറിനെ വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നു.
അവനെ അവന്റെ പാരന്റ് ചതിച്ചതാണ് എന്നവൾ തിരിച്ചറിഞ്ഞു. അവൾ അവനെ ചേർത്തു പിടിച്ചു. അടുത്ത ദിവസം ഓസ്കാർ എഴുതിയ ഒരു കുറിപ്പ് അവൾക്ക് കിട്ടി. നമ്മൾ ഒന്നിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കില്ല എന്നായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. അടുത്ത ദിവസം ബാറിൽ ഓസ്കാർ ജോലി നോക്കിക്കൊണ്ടിരിക്കെ ഒരു യുവാവ് അവനെ കാണാൻ വന്നു. ഓസ്കാറിന്റെ ഒരു കൂട്ടുകാരനെ പറ്റി ചോദിച്ച് ആ യുവാവ് ഒരു ബുക്ക് അവന് കൊടുത്തു. ലവ് ഈസ് ജസ്റ്റ് എ മൊമെന്റ് എന്ന പേരിലുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അതിനെപ്പറ്റി അവർ സംസാരിച്ചു. ഓസ്കാർ ആ ബുക്ക് വായിച്ചു. അതിൽ നിന്ന് ഇൻസ്പയർ ആയി ഹയാലിനെ കാണാൻ പോവാൻ അവൻ തീരുമാനിച്ചു. ഹയാലിനെ വിട്ടുകളയാൻ ഓസ്കാറിന് മനസ്സുണ്ടായിരുന്നില്ല. ഹയാലിനെ കണ്ട് ഒരു സെക്കൻഡ് ചാൻസ് അവൻ ചോദിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു ഹയാൽ കുഴഞ്ഞു വീണത്. ഉടനടി ഹയാലിനെ അവർ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ ഹയാലിന്റെ അച്ഛനെ കണ്ടു പറഞ്ഞു, അവളുടെ രോഗം തിരികെ വന്നിരിക്കുകയാണ്. ഹയാൽ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. വിവരമറിഞ്ഞ് അവളുടെ അമ്മ അവളുടെ അടുത്തെത്തി പറഞ്ഞു, ഒരിക്കൽ നീ ഇതിനെ തോൽപ്പിച്ചതാണ്. ഇനിയും നിനക്ക് ഈ രോഗത്തെ പരാജയപ്പെടുത്താൻ പറ്റും. പക്ഷേ അവിടെ വെച്ച് ദേഷ്യം വന്നിരുന്ന ഹയാലിന്റെ സഹോദരി ഹിലാൽ അമ്മയോട് ദേഷ്യപ്പെട്ടു. അമ്മ ഹയാലിന് മേൽ ഒരുപാട് പ്രഷർ ചുമത്തി. അതുകൊണ്ടൊക്കെയായിരിക്കും അവൾക്ക് ഈ അവസ്ഥ വന്നത് എന്നായിരുന്നു ഹിലാൽ പറഞ്ഞത്. റോസ്ഗാർ എത്തി ഹയാലിനെ അന്ന് അവിടെ നിന്ന് കൊണ്ടുപോന്നു. അന്ന് രാത്രിയിൽ വീട്ടിൽ മടങ്ങിയെത്തിയ അവർ റോസ്ഗാറിന്റെ പേരിൽ വഴക്കുകൂടാൻ ആരംഭിച്ചു. പക്ഷെ ഹയാലിന്റെ അച്ഛൻ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഹയാലിനോട് അവളുടെ അമ്മ പറഞ്ഞു, നമുക്ക് യൂറോപ്പിലേക്ക് പോകാം, അവിടെ വെച്ച് നിന്റെ ചികിത്സകൾ നടത്താം. പക്ഷെ ഹയാൽ അവിടം വിട്ടു പോവാൻ ഒരുക്കമായിരുന്നില്ല. ദേഷ്യത്തിൽ അമ്മയോട് അവൾ അലറി. ആ നിമിഷമാണ് വ്യക്തമാകുന്നത്, ഹയാലിന് ക്യാൻസറാണ് പിടിപെട്ടിരിക്കുന്നത്. കുട്ടിക്കാലത്ത് വന്ന് മാറിയതാണ്. വീണ്ടും അസുഖം തിരികെ എത്തിയിരിക്കുന്നു. വീണ്ടും വേദനാജനകമായ ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോവാൻ അവൾ ഒരുക്കമായിരുന്നില്ല. കാര്യങ്ങളൊന്നും അടങ്ങിയതും റോസ്ഗാറിനെ വിളിച്ച് റോസ്ഗാറിനൊപ്പം പുറത്തു പോവാൻ അവൾ തീരുമാനിച്ചു. റോസ്ഗാർ അവളെ കൊണ്ടുപോയത് അവൻ വർക്ക് ചെയ്യുന്ന പബ്ബിലേക്കായിരുന്നു. അന്നവിടെ അവൾക്ക് പാട്ടുപാടാൻ റോസ്ഗാർ അവസരമൊരുക്കി. മനോഹരമായി മനസ്സു തുറന്ന് അവൾ പാടി. പിന്നീട് അവരൊന്നിച്ച് അവർക്കേറെ ഇഷ്ടപ്പെട്ട ആ ബീച്ച് സൈഡിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചു. റോസ്ഗാറിനൊപ്പം താൻ സന്തോഷത്തിലാണ് എന്നവൾ പറഞ്ഞു. അവന്റെ തോളിലേക്ക് ചാഞ്ഞുകിടന്ന അവൾ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. റോസ്ഗാറിന് അത് വിശ്വസിക്കാനേ സാധിച്ചില്ല. തന്റെ പ്രിയപ്പെട്ടവൾ വളരെ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അവൻ അലറിക്കരഞ്ഞു. അധികം വൈകാതെ അവളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. റോസ്ഗാറും അതിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് അടുത്ത ദിവസം ഹിലാല് സഹോദരിയുടെ ഓർമ്മയിൽ അവളുടെ റൂമിൽ നിൽക്കുകയാണ്. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് അവളുടെ അച്ഛൻ വന്നത്. വേദനയോടെ അവളുടെ അച്ഛൻ ഹിലാലിനോട് പറഞ്ഞു, ഹയാലിന്റെ ഇഷ്ടങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ നിന്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കും. ഒരിക്കൽ സംഭവിച്ച തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ല. നിന്നെ ഫൈൻ ആർട്സ് കോളേജിൽ ഞാൻ ചേർക്കും. അദ്ദേഹം അവൾക്കൊരു സ്കെച്ച് ബോക്സ് ഗിഫ്റ്റായി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഹിലാല് റോസ്ഗാറിനെ കണ്ടു. ഹയാല് അവനായി എഴുതിയിരുന്ന ഒരു കത്ത് അവന് കൈമാറി. റോസ്ഗാർ ആ കത്ത് വായിച്ചു. എന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിന്നത് നീയാണ്. ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നു. എന്റെ ആഗ്രഹങ്ങളൊക്കെ നീ നടത്തി തന്നു. എന്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. അത് വായിച്ചതും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ ഒന്നിച്ചുണ്ടായിരുന്ന ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. പിന്നീടായിരുന്നു റോസ്ഗാറിന്റെ ബോസ് അവനെ വിളിച്ചത്. തന്റെ പബ്ബ് ഇനി റോസ്ഗാർ നോക്കി നടത്തണമെന്നും താനൊരു വിശ്രമ ജീവിതത്തിന് പോവുകയാണ് എന്നും അയാൾ പറഞ്ഞു. റോസ്ഗാറിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജീവിതം മുമ്പിൽ മാറി മറിയുന്നു. പക്ഷേ തന്റെ അച്ഛനെ പറ്റിയുള്ള വിവരവും അന്ന് റോസ്ഗാറിന് കിട്ടി. ദേഷ്യത്തിൽ അച്ഛനെ കൊല്ലാൻ റോസ്ഗാർ പുറപ്പെട്ടു. പക്ഷേ അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടിയെങ്കിലും ഹയാലിന്റെ വാക്കുകൾ ഓർത്തി അവൻ അതിൽ നിന്ന് പിന്മാറി. പൊട്ടി കരഞ്ഞു. അവൻ അവിടെ നിന്ന് തിരികെ നടന്നു. എന്നും അവർ നടന്നിരുന്ന തീരത്തൂടെ ഹയാലിനെ ഓർത്ത് നടക്കുന്ന റോസ്ഗാറിന്റെ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.